അതിന്റെയാ ഇതൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിലെ പൊറുതി വിട്ടുകളയരുത്. ഇവിടം കൊണ്ടാ ഐശ്വര്യം. അയ്യോ, അത് പിന്നെ ഞാൻ വിടുവോ? അല്ല, കോളനിയാ ലക്ഷ്യമിടാന്നൊക്കെ വിചാരിച്ച്. കൊള്ളാം, കോളനി ആയാൽ എനിക്കെന്താ ഇച്ചയി, ഞാൻ എന്നും ഞാൻ തന്നെയാ. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സുരണമായി മിന്നു പരമപ്രകാശമേ ശരണം നീ നിത്യം. സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി കവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി വിജയിക്കാൻ തിരുനാമങ്ങൾ പാടി. ഇന്ന് തന്നെ കുത്തിക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് കുത്തു ഫ്രീയ. ഒരു ടെക്നിക്കാണ്. ശരി. പണിയെടുപ്പിക്കുന്നേ പാണ്ടിക്കാരനെ കൊണ്ട് പണിയെടുപ്പിക്കണം. അതെ, നമ്മുടെ ആളുകളാണെങ്കിൽ ചുമ്മാ കശപിച്ച വർത്താനവും മൂന്നാം പക്കം യൂണിയനും കിട്ടി. ഇങ്ങനെ അതൊക്കെ കിട്ടി. മാമച്ചോ, ഓ ഞാനിത് ആരെന്ന് വിചാരിച്ചു. വന്നാട്ടെ വന്നാട്ടെ. എന്തുവാ മാമച്ച, ഈ നാട്ടും കുത്തുവൊന്നും ഇല്ലയോ? ഉണ്ട്. ഇതിപ്പോ ഇത് സ്വപ്പം റിപ്പയർ വന്നവരൊക്കെ പറഞ്ഞേച്ചു. ഇരുന്നാട്ടെ. നമ്മുടെ കള്ളം പവിത്രന്റെ മില്ല് നല്ല വരച്ചാന്നാണല്ലോ കേൾക്കുന്നത്. അതെന്തുവാ, ഏതാണ്ട് പുതിയ ഇനം മെഷീനാണ്. മെഷീൻ എവനാ മെഷീൻ? മറ്റതൊക്കെ 4 ദിവസം കഴിയുമ്പോ അരിയുടെ കൂടെ തുരുമ്പും വിഷവും കൂടെ പൊടിഞ്ഞിറങ്ങാൻ തുടങ്ങും. ദേഹം സ്തംഭിക്കുമ്പോഴായിരിക്കും ഓരോരുത്തൻ ലാഭത്തിന് കുത്തിക്കാൻ പോയതിന്റെ വിവരം അറിയുന്നത്. കണ്ടായിരിക്കുമോ ഈടെ എങ്ങാനും? ഇല്ല. ഉദ്ഘാടനത്തിനും വിളിച്ചില്ലായിരുന്നു? ഇല്ല. അല്ലേ? അതേന്നേ, അപ്പോഴാണ് ഇവൻ ഇത്രയ്ക്കായെന്ന് ഞാനും ചിന്തിച്ചത്. പഴയ വൈരാഗ്യം തീർക്കായിരിക്കും കൊച്ചാക്കാൻ നോക്കിട്ട്. നോക്കട്ടെ നോക്കട്ടെ, അവൻ അറിയാൻ മേലെ എന്റെ ഗുണം. ഇറുക്കണമെന്ന് വിചാരിച്ച ബ്രഹ്മാവിനെ പോലും ഞാൻ ഇറുക്കും. തനിക്കറിയാവോ? പിന്നെയായി കള്ളം പവിത്രൻ. കുറച്ച് നെല്ല് കുത്തിക്കാനുണ്ടായിരുന്നു. നടക്കട്ടെ നടക്കട്ടെ. $70. ഓരോ വിദ്യകള്. രസീത് അങ്ങനെ കയറി കൊടുക്കുവോ? ഇത്ര അളവിന് ഇത്ര രൂപ കണക്കാക്കി ഇവിടെ തന്നിട്ട് പോകണം. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഗണേശ, ഗണേശ, அந்த இன்ஜினை ஆஃப் பண்ணி வாடா விட. முதல்ல யார் வந்து? இந்த பையனா அந்த பொம்பளையா? பின்ன ஏன் இந்த பையில இருந்தல்ல நீ முதல்ல ஓட எடுத்திருக்க? அம்மா அம்மா பிசினஸ்ல அங்க வீட்டுல ഇത് മില്ല് தெரியுதா? ഓ, അതിനിപ്പോ എന്തോന്ന്, ഞങ്ങൾക്ക് പോയിട്ട് ഒരു ധൃതിയില്ല. നിങ്ങൾ ചോദിച്ചില്ല. മേലിൽ இந்த தப்பை வரக்கூடாது. ஃபர்ஸ்ட் வந்தவரை ஃபர்ஸ்ட், லாஸ்ட் வர்றவரை லாஸ்ட். தெரியுதா?
ഇതാണ് 20. ഓരോ ഡാവ് വേലകൾ. അത് വലിയ അതിശയം പോലെ കൊട്ടിക്കൊഴിക്കാൻ കുറെ ആലെണ്ണ പെണ്ണുങ്ങളും. അങ്ങേര് തമിഴ് പറയുന്ന കേൾക്കണം, അതിശയിച്ചു പോവും. തമിഴ്നാട്ടിലെ എല്ലാം കിടന്നിട്ടുണ്ടായിരിക്കും. അതിലിത്ര അതിശയം തോന്നുന്നു. എന്താ പറഞ്ഞാലും നിങ്ങൾക്ക് പിടിക്കൂല. ഒരു ദിവസം അവിടെ പോയി നോക്ക്. എല്ലാത്തിനും ഒരു കണക്കും കാണിച്ചൊക്കെ അവിടെയുണ്ട്. വാ കള്ളരായ കാണിച്ച ഒന്ന് പോയി ഞാൻ പറഞ്ഞാലേ. ഒരു ദിവസം കാണാം എല്ലാം കൂടി ഇരുന്ന് പൊളിഞ്ഞു വീഴുന്നത്. കള്ളന്റെ മുതൽ എങ്ങനെ ഉറപ്പുള്ള മുതലാകുന്നത്? അതങ്ങ് പോവും വന്ന പോലെ. അതുവരെ ഞാൻ ഇങ്ങനെ മുട്ടും കെട്ടിയിരിക്കാനോ? നിനക്ക് അറിഞ്ഞൂടാ എന്റെ മനപ്രയാസം. ആ മില്ലിനകത്ത് നിന്ന് കാഞ്ഞിരിക്കുമ്പം എന്തൊക്കെ ഞാൻ ആലോചിച്ചെന്നറിയാമോ? രാത്രി ചെന്ന് അവന്റെ മില്ലിന് തീ വെച്ചാലോ? കൈപുണ്യമുള്ള ഏതേലും മന്ത്രവാദി ഇരുത്തി എന്തേലും ക്ഷുദ്രം ചെയ്യിച്ചാലോ എന്നൊക്കെ വരെ ഞാൻ ആലോചിച്ചു. എന്നാ പിന്നെ അങ്ങനെ വല്ലതും അങ്ങ് ചെയ്യിച്ചു നോക്കണം. ഓ, അതിനൊന്നുള്ള ആത്മബലം എനിക്കില്ല. വേറെ ഒന്നും എനിക്ക് വേണ്ടായിരുന്നു. ഇവന്റെ കള്ളം ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അച്ചായൻ കിടക്ക്. ഞാൻ കിടക്കാം. പക്ഷേ അവനെ ഒന്ന് തറവറ്റിച്ച് കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നേ എനിക്കൊരു പ്രാർത്ഥനയാവും. എന്റെ അച്ചായൻ അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഞാനൊന്ന് നോക്കട്ടെ. ഓ, നീ എന്തോന്ന് നോക്കാൻ? അതെന്റെ മാമച്ചായൻ അറിയാഞ്ഞിട്ടാ. എന്റെ പട്ടിക്ക് വില കാറ് മേടിച്ചടി കണ്ടോടി എന്നും പറഞ്ഞു കൊണ്ടുവന്നതാ. എന്നാൽ ഇച്ച ഇതെല്ലാം കണ്ടിട്ട് പാറോല നിൽക്കുന്നല്ലോ. ഞാനൊക്കെയാണെ മനസ്താപം കൊണ്ട് ഉരുകി ചത്തേനെ. ഓ എന്തിന്? എന്റെ ഇച്ചായനാര്? ആ കള്ളം പൗത്രനാര്? അങ്ങേരുടെ പദവി എന്ത്? ഈ പുല്ലന്റെ പദവി എന്ത്? എല്ലാവർക്കും അറിയാവുന്നത് തന്നെയല്ലോ. അപ്പാ, തോമസ് കുട്ടി എവിടെ? ഇടി മോളെ, നിന്റെ കെട്ടിയവൻ എവിടെയെന്ന്? അങ്ങേരോട് ഞാൻ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവല്ല അറിഞ്ഞാൽ അധികം എന്നെയും കൊണ്ട് നാക്കും. മോളെ, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. കേട്ടൊക്കെ മതി. അപ്പൻ നാണമല്ലേ വൃത്തിയത് കാണിക്കാൻ? അതും ആ ദമയന്തി. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അപ്പ എന്നോടൊപ്പം വരുന്നുണ്ടോ ഈ എല്ലും മെല്ലെല്ലാം പൂട്ടിക്കെട്ടിട്ട്? കുഞ്ഞെ, അപ്പ എന്നോടൊപ്പം വരുന്നുണ്ടോ? അതറിയാനാ ഞാനിപ്പോ വന്നേ. ഞാനങ്ങ് വന്നാലും ഞാൻ അന്വേഷിച്ചു തരും. അല്ല, വരുന്നില്ല ഒരു കാര്യം, ഞങ്ങൾ ആരും ഇങ്ങോട്ട് മേലെ അന്വേഷിച്ച് വരികയില്ല. അത് ഉറപ്പാ. ഈ നാട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ഈ നാട്ടിൽ നിന്ന് അപ്പന് പോരാനൊക്കെയില്ല. എനിക്കറിയാതെ. എനിക്ക് അപ്പനില്ലെന്ന് ഞാൻ വിചാരിച്ചോളാം. ഓ, പോന്നവരൊക്കെ പോട്ടെ. അപ്പൻ ഒറ്റത്തടിയായിട്ട് നിന്ന് പോട് വീണോന്ന് ആശിക്കുന്ന മോള് തന്നല്ലോ. അങ്ങ് പോട്ടെ. വിഷമം അതല്ല, രക്തബന്ധം എന്ന് പറയാൻ ആകെ അതൊന്നേ ഉണ്ടായിരുന്നു. അയ്യേ, എന്തിച്ചായൻ ഇങ്ങനെ സാധുവായാലോ? എന്ത് പറ്റൂ ഉറുപ്പേ? സാറിനെ കാണണമെന്ന് പറഞ്ഞു. ഒരു പെണ്ണ്. പെണ്ണോ? ഇത് മറ്റോടെ എന്നൊക്കെയാണല്ലോ. അതെ, വന്നേ.
സ്റ്റാൻഡില് കാർ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഈ കൊച്ചു വന്ന് കാറേ കയറി വണ്ടി വിടാൻ പറഞ്ഞു. വണ്ടി വിട്ടു. കുറെ ഇങ്ങ് പോന്നപ്പോഴാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അതെന്തോ കുഴപ്പത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി നിർത്തി. ഇറങ്ങാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തേ ഇറങ്ങുന്നില്ല. പിടിച്ചെറുക്കുമെന്ന് പറഞ്ഞപ്പോ എങ്കിലും ഒന്ന് കാണാമെന്ന് പറഞ്ഞു. ഒറ്റ ഇരിപ്പ. സാറിനെ കണ്ട് എന്തോ പറയാനുണ്ട് പോലും. ഏതായാലും കുറച്ച് കാര്യം ചെയ്യും. അവളോട് ഞാൻ വരാൻ പറ. ഞാൻ മില്ലത്തിരിക്കാം. വണ്ടി വണ്ടി നിൽക്കട്ടെ. എന്താ അവിടെ പോകാൻ പറഞ്ഞിട്ട് പോയാൽ മതി. ഓ എന്താ എന്തേലും വിശേഷമുണ്ടോ? നീ ഇപ്പോ ടൈപ്പിന് പോകുന്നില്ലേ? ഉണ്ട്. ടൈപ്പ് നല്ലതാ. ജോലി കിട്ടാൻ എളുപ്പമാണ്. ദിവസം പോകണ്ടേ? ഉണ്ട്. ഇന്നിപ്പോ അവിടുന്ന് വരുമ്പോഴാ അണ്ണന്റെ കാറ് കിടക്കുന്ന കണ്ടത്. അപ്പോഴ് അതിലൊന്ന് കയറണമെന്ന് ആശ തോന്നി. കേറി കഴിഞ്ഞപ്പോഴാ കൈ കാശില്ലെന്ന കാര്യം ഓർത്തത്. എങ്കിൽ പിന്നെ അണ്ണനോട് കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ.